പറയുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഗെയിം തിയറി എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും കാണുന്ന കുറച്ച് സംഗതികളെയാണ് നമ്മൾ ഗെയിം എന്ന് പറയുന്നത്. സോ സിറ്റുവേഷൻസ് ഓഫ് ഗെയിം ഇൻ അവർ ലൈഫ്, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന ചില ഗെയിമുകളാണ് ഞാൻ പറയുന്നത്. ടു പേഴ്സൺസ് പ്ലേയിങ് ചെസ്, രണ്ട് വ്യക്തികൾ ചെസ് കളിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗെയിം ആയിട്ട് നമുക്ക് കാണാം, അല്ലേ? ഇവിടെ ദ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ എ ഗെയിം ഈസ് കോൾഡ് പ്ലെയേഴ്സ്. ഇവിടെ രണ്ട് പ്ലെയേഴ്സ് ആണുള്ളത്, കാരണം രണ്ട് ഡിസിഷൻ മേക്കേഴ്സ് ആണുള്ളത്. ഏത് കരുക്കൾ നീക്കണം എന്നുള്ളത് ഇയാൾ തീരുമാനിക്കും, അതിന് ബദലായിട്ട് ഏത് കരുക്കൾ നീക്കണം എന്നുള്ളത് ഈ കുട്ടിയെ തീരുമാനിക്കും. അങ്ങനെ ഈ ഡിസിഷൻ മേക്കേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, when there are two players in a game, it is called a two person game. രണ്ട് പ്ലെയേഴ്സ് ഉള്ള ഗെയിമിനെ നമ്മൾ two person game എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫോർ പേഴ്സൺസ് പ്ലേയിങ് കാർഡ്സ്. കാർഡ്സ് കളിക്കുന്നു, നാല് വ്യക്തികൾ കാർഡ്സ് കളിക്കുന്നു. ഏത് കാർഡ് ഇടണം എന്നുള്ളത് ഓരോ വ്യക്തികളും തീരുമാനിക്കുന്നതാണ്. ഇവിടെ ഡിസിഷൻ മേക്കേഴ്സിന്റെ എണ്ണം 4 സോ വെൻ ദ പ്ലേയേഴ്സ് when there are more than two players in a game, it is called n person game. അതിനെ നമ്മൾ n person game എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ കളിക്കുന്ന രണ്ട് കളികളാണ്. നമ്മുടെ ഒരു ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഇതേമാതിരത്തെ കുറെ കളികൾ തന്നെയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ കൂൾ ഡ്രിങ്ക്സിൽ 2 പേരാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം പെപ്സിയും ഒരെണ്ണം കൊക്കോളയാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഗെയിം. ഇവർ രണ്ടുപേരെ നമുക്ക് പ്ലേയേഴ്സ് എന്ന് പറയാം. അങ്ങനെ ഒരു ബിസിനസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് many players, they are playing games. Okay, so നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് നോക്കിയാണ് ഒരു ഗെയിമില് ഒരു പ്ലെയർ എങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടു പ്ലെയർ സീറോ സം ഗെയിം. ടു പ്ലെയർ ഗെയിം എന്താണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ടു പ്ലെയർ സീറോ സം ഗെയിം. അഗൈൻ ഐ ആം giving you the example of chess. ചെസ്സില് 2 പ്ലെയേഴ്സ് ആണ് കളിക്കുന്നത്. ഇതില് ഒരാള് ജയിച്ചാൽ അതിന്റെ അർത്ഥം മറ്റാള് തോറ്റു എന്നുള്ളതാണ്, അല്ലെ? ഇയാളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾ തോറ്റു, അല്ലെങ്കിൽ ഇയാളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾ തോൽക്കുന്നു. സോ ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ലോസ് ആണ്. അത്തരം ഗെയിമിനെയാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഇൻ ദിസ് ഗെയിം ദ ഗെയിൻ ഓഫ് വൺ പ്ലെയർ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ലോസ് ഓഫ് ദ അതർ പ്ലെയർ. ഇറ്റ് ഈസ് കോൾഡ് സീറോ സം ഗെയിം. A zero-sum game is a situation in game theory where one player's gain is equal to the other player's loss. This is the definition of zero-sum game. അത് നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. Okay. In a game, the gain or loss of a player is called a payoff. Payoff എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഒരു വ്യക്തിയുടെ ഗെയിനെ അല്ലെങ്കിൽ ലോസിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. പേ ഓഫ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഫിഗർ ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 പേര് ചെസ് കളിക്കുന്നു. ജയിക്കുന്ന ആൾക്ക് തോൽക്കുന്ന ആള് 100 രൂപ കൊടുക്കണം എന്നുള്ളതാണ് ബെറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ജയിക്കുന്ന ആൾക്ക് എന്താണ് അയാളുടെ ഗെയിൻ? 100 രൂപ കിട്ടുന്നു എന്നുള്ളതാണ് അയാളുടെ ഗെയിൻ. ഓക്കെ, അപ്പൊ തോൽക്കുന്ന ആൾക്ക് എന്താണ് അയാളുടെ ലോസ്? -100. അയാൾക്ക് 100 രൂപ നഷ്ടപ്പെടുന്നു. അയാൾക്ക് -100 സംഭവിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ടോട്ടൽ ഓഫ് ഒരാളുടെ ഗെയിനും മറ്റൊരാളുടെ ലോസും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതാണ് സീറോ സം ഗെയിമിന്റെ പ്രത്യേകത. എ സീറോ സം ഗെയിം, ഇൻ സീറോ സം ഗെയിം ദ ടോട്ടൽ പേ ഓഫ് ഓഫ് ബോത്ത് പ്ലേയേഴ്സ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലോകത്ത് പല ഗെയിമുകളും നടക്കുന്നത്. ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റാളുടെ ലോസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇനി 2 ടേമുകൾ പഠിക്കാൻ പോവാണ്. ഒഫൻസീവ് പ്ലെയർ, ഡിഫൻസീവ് പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. Offensive player is a person whose primary goal is to maximize his or her gain. ഒരാളുടെ ഗെയിൻ മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി കളിക്കുന്ന പ്ലെയറിനെയാണ് നമ്മൾ ഒഫൻസീവ് പ്ലെയർ എന്ന് പറയുന്നത്. ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ മാക്സിമം ഗോൾ അടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കളിക്കുന്ന ടീമിനെയാണ് നമ്മൾ ഒഫൻസീവ് പ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ചിലപ്പോൾ നമുക്ക് മാക്സിമം ഗോൾ അടിക്കുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യം. നമ്മളെ ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അത്തരം പ്ലെയറിനെയാണ് ഡിഫൻസീവ് പ്ലെയർ എന്ന് പറയുന്നത്. ഡിഫൻസീവ് പ്ലെയർ ഈസ് എ പേഴ്സൺ ഹൂസ് പ്രൈമറി ഗോൾ ഈസ് ടു മിനിമൈസ് ഹിസ് ഓർ ഹെർ ലോസ്. അയാളുടെ ലോസ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി കളിക്കുന്ന കളിക്കാരനെയാണ് നമ്മൾ ഡിഫൻസീവ് പ്ലെയർ എന്ന് പറയുന്നത്. ഇൻ എ ടു പ്ലെയർ ഗെയിം, ഒരു ടു പ്ലെയർ ഗെയിമിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ്
one player is offensive and the other player is defensive. 2-player ഗെയിമില് ഒരു പ്ലെയർ ഒഫൻസീവ് ആയിരിക്കും, മറ്റൊരു പ്ലെയർ ഡിഫൻസീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ അനുമാനിക്കുന്നുണ്ട്. ഓക്കെ, അത് ആരാണെന്നുള്ളത് നമുക്കറിയില്ല. വൺ ഓഫ് ദീസ് 2 players will be ഒഫൻസീവ്. ഒരാൾ ഒഫൻസീവ് ആയാൽ മറ്റാൾ എന്തായി മാറും? ഡിഫൻസീവ് ആയിട്ട് മാറും. സോ ഒരു പ്ലെയർ ഒഫൻസീവ് പ്ലെയറും രണ്ടാമത്തെ പ്ലെയർ ഡിഫൻസീവ് പ്ലെയറും ആയിരിക്കും ഒരു 2-player ഗെയിമില്. അതാണ് അസംഷൻ. ഓക്കെ, ഇനി എന്താണ് സ്ട്രാറ്റജി എന്ന് നോക്കാം. ഇൻ എ 2-person ഗെയിം ഈച്ച് പ്ലെയർ ഹാസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു ചെസ് കളിക്കാൻ പോവാണെങ്കിൽ, നന്നായി ചെസ് അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മനസ്സിലൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. ആദ്യം ഏത് കരു നീക്കണം, എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത് എന്നതിനെ പറ്റി അയാളുടെ കയ്യിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് കോൾഡ് സ്ട്രാറ്റജി. ആ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈച്ച് പ്ലെയർ സ്റ്റാർട്ട്സ് ദ ഗെയിം വിത്ത് 2 or more strategies in mind. ഒരു കളിക്കാരന് അയാളുടെ മനസ്സിൽ ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല ഉണ്ടാവുക, ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റജീസ് മനസ്സിൽ വെച്ചിട്ടായിരിക്കും അയാൾ കളിക്കുന്നത്. ഓക്കെ, അത് രണ്ട് വ്യക്തികളും അതെ, ഒഫൻസീവ് പ്ലെയറും അതെ ഡിഫൻസീവ് പ്ലെയറും അതെ, മനസ്സിലൊരു ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റജീസ് മനസ്സിൽ വെച്ചിട്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിരിക്കും അയാൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ മനസ്സിലൊരു ഒരു ബഫർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാവും അയാളുടെ. അയാൾക്കൊരു ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റജീസ് അയാളുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, സപ്പോസ് പ്ലെയർ എ ഹാസ് 3 strategies in mind. പ്ലെയർ എക്ക് 3 സ്ട്രാറ്റജീസ് ആണ് അയാളുടെ മനസ്സിലെന്ന് വിചാരിക്കുക. ഞാനൊരു സൗകര്യത്തിന് വേണ്ടി ഓരോ സ്ട്രാറ്റജിനും A1 A2 A3 എന്നിട്ടിരിക്കുന്നു പേര് കേട്ടോ. പ്ലെയർ ബിയുടെ മനസ്സിലും ഉണ്ട് 3 സ്ട്രാറ്റജീസ്. അത് B1 B2 B3 എന്നുള്ളതാണ്. ഇയാളാണ് എ എന്ന് പറയുന്ന പ്ലെയർ എന്ന് വിചാരിക്കുക. ഈ കുട്ടിയാണ് ബി എന്ന് പറയുന്ന പ്ലെയർ എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പ്ലെയറിന്റെ മനസ്സിൽ 3 സ്ട്രാറ്റജീസ് ഉണ്ട്, ഗെയിം പ്ലാനുകൾ ഉണ്ട്. ബി എന്ന് പറയുന്ന പ്ലെയറിന്റെ മനസ്സിലും 3 ഗെയിം പ്ലാനുകൾ ഉണ്ട്. ഓക്കെ, so in a game it is assumed that both players are fully aware of the available strategies of each other. ഒരു ഗെയിമില് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അനുമാനിക്കുന്നത് രണ്ട് പ്ലെയേഴ്സിനും ഓരോരുത്തരുടെ കയ്യിലും എത്ര സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളത് മുന്നേ കൂട്ടി അറിയാം എന്നുള്ളതാണ് അനുമാനം. കളി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എ എന്ന് പറയുന്ന പ്ലെയറിന്റെ മനസ്സിൽ എത്ര സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളത് ബിക്ക് പറയാം. ബി എന്ന് പറയുന്ന പ്ലെയറിന്റെ മനസ്സിൽ എത്ര സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളത് എയ്ക്കും അറിയാം. പക്ഷെ ഇതിലെ ഏതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണെന്നുള്ളത് രണ്ടു കൂട്ടർക്കും അറിയില്ല. ഏത് സ്ട്രാറ്റജിയാണ് രണ്ട് കൂട്ടരും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രണ്ടു കൂട്ടർക്കും അറിയില്ല. പക്ഷെ ഒപ്പോണന്റിന്റെ മനസ്സിലുള്ള എല്ലാ സ്ട്രാറ്റജീസും എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ പ്ലെയേഴ്സിനും അറിയാം എന്നുള്ളതാണ് അനുമാനം. It is also assumed that both players are fully aware of the probable payoffs of each player in each situation. ഓരോ സിറ്റുവേഷനിലും ഓരോ കളിക്കാരനും ഉണ്ടാകാൻ പോകുന്ന ഗെയിൻ എത്രയാണ് എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് അറിയാം എന്നുള്ളതാണ് മറ്റൊരു അനുമാനം. ഓരോ പ്ലെയറിനും എത്ര പേ ഓഫ് കിട്ടും എന്നുള്ളത് ഇപ്പോഴേ അറിയാം. ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയർ എക്ക് കിട്ടുന്ന പേ ഓഫ് എത്രയാണ്, പ്ലെയർ ബിക്ക് കിട്ടുന്ന പേ ഓഫ് എത്രയാണെന്നുള്ളത് ഇപ്പോഴേ അറിയാം എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. ഓക്കെ, നോക്കിക്കോളൂ. അത്തരം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പേ ഓഫുകളെ അല്ലെങ്കിൽ ഗെയിനുകളെ ഒരു ടേബിളിന്റെ രൂപത്തിൽ കാണിക്കുമ്പോൾ അതിനെ പേ ഓഫ് ടേബിൾ എന്ന് പറയും നമ്മൾ. എന്താണ് പേ ഓഫ് ടേബിൾ എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. സപ്പോസ് പ്ലെയർ എ ഹാസ് 3 strategies A1 A2 A3. A1 A2 A3 എന്ന് പറയുന്ന 3 സ്ട്രാറ്റജീസ് ഉണ്ട് പ്ലെയർ എക്ക്. പ്ലെയർ ബിക്ക് ഉണ്ട് B1 B2 B3 എന്ന് പറയുന്ന 3 സ്ട്രാറ്റജീസുകൾ. ഓക്കെ, അതിലെ ഏത് സ്ട്രാറ്റജിയാണ് പ്ലെയർ എ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണെന്നുള്ളതോ ഏത് സ്ട്രാറ്റജിയാണ് പ്ലെയർ ബി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണെന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയില്ല. നമ്മളത് കളി തുടങ്ങുമ്പോഴേ ഇവർ തീരുമാനിക്കുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 9 സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. 9 സിറ്റുവേഷൻസ് ഉണ്ട്. നോക്കിക്കോളൂ. സിറ്റുവേഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? പ്ലെയർ എ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നു, പ്ലെയർ ബി B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നു. അതാണ് ഒരു സിറ്റുവേഷൻ. പ്ലെയർ എ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നു, പ്ലെയർ ബി അപ്പൊ B2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നു. അത് രണ്ടാമത്തെ സിറ്റുവേഷൻ. A1 B3 അത് മൂന്നാമത്തെ സിറ്റുവേഷൻ. A2 B1 A2 B2 A2 B3 അത് അടുത്ത സിറ്റുവേഷനുകളാണ്. അപ്പൊ 6 സിറ്റുവേഷനുകളായിട്ടോ. അതേപോലെ തന്നെ A3 B1 എന്ന് പറഞ്ഞാൽ പ്ലെയർ A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും
പ്ലെയർ ബി B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നതാണ് അടുത്ത സിറ്റുവേഷൻ. അങ്ങനെ 3 സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ മൊത്തം 9 സിറ്റുവേഷൻസ് ഉണ്ട്. ഈ 9 സിറ്റുവേഷൻസിലും പ്ലെയർ എക്ക് കിട്ടുന്ന ലാഭം എത്രയാണ്, ഗെയിൻ എത്രയാണെന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അസംഷൻ. ഫോർ എക്സാമ്പിൾ A1 B1 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ, അതായത് പ്ലെയർ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ പ്ലെയർ എക്ക് ഉണ്ടാകാൻ പോകുന്ന ഗെയിൻ 8 ഇത് ഇപ്പോഴേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിൻ തിയറിയുടെ ഒരു അസംഷൻ. അതുപോലെ തന്നെ പ്ലെയർ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പ്ലെയറിന് കിട്ടാൻ പോകുന്ന ലാഭം 2. അതുപോലെ തന്നെ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി പ്ലെയർ എ എടുക്കുകയും പ്ലെയർ B3 എന്ന് പറയുന്ന സ്ട്രാറ്റജി അവലംബിക്കുകയും ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന പ്ലെയറിന് കിട്ടാൻ പോകുന്ന ലാഭം 9. സോ 8 to 9 ഇതിലെ എയുടെ ലാഭങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. എയുടെ ഗെയിൻ ആണ് കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് എയുടെ ഗെയിൻ എന്ന് പറയുന്നത് ബിയുടെ എന്താണ്, ലോസ് ആണ്. അതാണ് സീറോ സം ഗെയിമിന്റെ പ്രത്യേകത. ഒരു ഗെയിമിന്റെ പ്രത്യേകത ഒരാളുടെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റാളുടെ ലോസ് ആണ്. അപ്പോ പ്ലെയർ എയുടെ ഗെയിൻ കിട്ടിയാൽ മതി, പ്ലെയർ ബിയുടെ ലോസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, പ്ലെയർ എ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്ലെയർ എക്ക് കിട്ടുന്ന ലാഭമാണ് 8 എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പ്ലെയർ ബിക്ക് വരുന്ന നഷ്ടം 8. അപ്പൊ പ്ലെയർ ബിയുടെ ഗെയിൻ എന്ന് പറയുന്നത് -8 കേട്ടോ. ഓക്കെ, പ്ലെയർ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ പ്ലെയർ എക്ക് കിട്ടുന്ന ലാഭമാണ് 2. അതിനർത്ഥം പ്ലെയർ ബിക്ക് കിട്ടുന്ന നഷ്ടം എത്രയാണ്, 2. നഷ്ടം 2. അത് -2 എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലെയർ എയുടെ ലാഭങ്ങളാണ് 8, 2, 9 എങ്കിൽ കൂടി അതിൽ നിന്നും എന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നത് പ്ലെയർ ബിക്ക് കിട്ടുന്ന നഷ്ടം എത്രയാന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത സിറ്റുവേഷനുകളിലും ലാഭം പ്ലെയർ എക്ക് കിട്ടുന്ന ലാഭമാണ് 6, 5, 7. അതിന്റെ അർത്ഥം പ്ലെയർ ബിക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് -6, -5, -7 ആണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, A3 പ്ലെയർ A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ പ്ലെയർ എക്ക് കിട്ടുന്ന ലാഭമാണ് 3. പ്ലെയർ A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയും പ്ലെയർ B2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ പ്ലെയർ എക്ക് കിട്ടുന്ന ഗെയിൻ ആണ് -1. അതായത് ലോസ് ആണ് സംഭവിക്കുന്നത് പ്ലെയർ എക്ക്. അപ്പോ ബിക്ക് എന്താ കിട്ടുന്നത്, ലാഭമാണ് കിട്ടുന്നത് 1. അപ്പൊ ബിക്ക് ലാഭം കിട്ടുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഇതാണ് കേട്ടോ. ബാക്കി എല്ലാ സംഗതികളിലും ബിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. കാരണം പ്ലെയർ എ ആണ് ഇവിടെ ഒഫൻസീവ് പ്ലെയർ, അഗ്രസീവ് പ്ലെയർ. പ്ലെയർ ബി ഡിഫൻസീവ് പ്ലെയർ ആണ്. പ്ലെയർ ബിക്ക് നഷ്ടം സംഭവിക്കുകയും പ്ലെയർ എക്ക് ലാഭം മാത്രം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ഗെയിമാണിത്. ആകെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് പ്ലെയർ ബിക്ക് ലാഭം കിട്ടുന്നത്, പ്ലെയർ എക്ക് നഷ്ടം സംഭവിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് പേ ഓഫ് ടേബിൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് കൂട്ടർക്കും അറിയാം എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. ഗെയിം തിയറിയുടെ മറ്റൊരു അസംഷൻ ആണ് ബോത്ത് പ്ലേയേഴ്സ് ആർ ഫുള്ളി അവെയർ ഓഫ് പേ ഓഫ് ടേബിൾ. പേ ഓഫ് ടേബിളിനെ കുറിച്ച് രണ്ട് കൂട്ടർക്കും വ്യക്തമായ ധാരണ ഉണ്ട്. അതായത് ഓരോ സിറ്റുവേഷനിലും ഒഫൻസീവ് പ്ലെയറിന് കിട്ടുന്ന ലാഭം എത്രയാണ്, ഗെയിൻ എത്രയാണെന്നുള്ളത് ഇപ്പോഴേ നമുക്കറിയാം. ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് ഡിഫൻസീവ് പ്ലെയറിന്റെ നഷ്ടമാണ്. ഓക്കെ, സോ ഇതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കേണ്ട എന്താ വെച്ചാൽ പ്ലെയർ എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി എന്താണ്. A1, A2, A3 3 ചോയ്സുകളാണ് പ്ലെയർ എക്കുള്ളത്. ഒന്നുകിൽ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാം, അല്ലെങ്കിൽ A2 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാം, അല്ലെങ്കിൽ A3 എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എടുക്കാം. ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഗെയിം തിയറിയിലൂടെ കണ്ടെത്താൻ പോകുന്നത്. അതുപോലെ തന്നെ B1നും ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി ഉണ്ടാവും. അയാളുടെ ലോസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പ്ലെയർ എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജിയും കണ്ടെത്തണം, പ്ലെയർ ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജിയും കണ്ടെത്തണം. ഓക്കെ, സോ ദിസ് പേ ഓഫ് മാട്രിക്സ് ഈസ് prepared from the point of view of offensive player. ഒഫൻസീവ് പ്ലെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഈ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഇതിൽ കാണുന്ന ഓരോ ഫിഗറും ഒഫൻസീവ് പ്ലെയറിന് കിട്ടുന്ന ലാഭമാണ് കാണിക്കുന്നത്. ഒഫൻസീവ് പ്ലെയറിന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് പ്ലെയറിന്റെ നഷ്ടമാണ്. ഓക്കെ, സോ ദിസ് ഈസ് പേ ഓഫ് മാട്രിക്സ് ഓർ പേ ഓഫ് ടേബിൾ. ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് പ്ലെയർ എയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി എന്താണെന്നുള്ളതും പ്ലെയർ ബിയുടെ
ഒപ്റ്റിമം സ്ട്രാറ്റജി എന്താണെന്നുള്ളതും അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.